കാരവനിൽ രഞ്ജിത്ത് മാത്രം. അതിക്രമത്തിന് ശേഷം നടിയെ വിളിക്കാൻ ശ്രമിച്ചു. നടി ഫോൺ എടുത്തില്ല. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വീണ്ടും ആവശ്യപ്പെടുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച ശേഷമാകും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അതിജീവിതയുടെ പേര് പരസ്യപ്പെടുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. കാരവാനിൽ രഞ്ജിത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് തെളിവായിട്ടുള്ളത്. വേറെ ആരെങ്കിലും ഉണ്ടെന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിഞ്ഞാൽ ഭാവിയിൽ നടപടി സ്വീകരിക്കും. ചിലരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര പരാതി സമിതിയുടെ മുന്നിൽ പരാതി നൽകിയോ എന്ന് അറിയില്ല. സെറ്റിലുള്ളവർക്ക് സംഭവം അറിയാം, കൊച്ചി സിറ്റി കമ്മീഷണർ പറഞ്ഞു. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത്. ഞായറാഴ്ച തെളിവെടുപ്പ് പൂർത്തിയാക്കി. രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ പരാതിക്കാരി ഭാഗമായ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്ന ആസ്പിൻ വാളിലും അതിക്രമണം നടന്നു എന്ന് പറയുന്ന കാരവാനിലും തെളിവെടുപ്പ് നടത്തി. പ്രതിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കും പരിഗണിച്ച് ഞായറാഴ്ച തന്നെ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകി. കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സംവിധായകൻ അന്വേഷണവുമായി സഹകരിക്കുന്നുവെന്നും പോലീസ് വൃത്തങ്ങളിൽ നിന്നും വിലയിരുത്തി. രഞ്ജിത്തിൻ്റെയും ചിത്രവുമായി ബന്ധപ്പെട്ട് മറ്റ് ചിലരുടെയും മൊഴികൾ രേഖപ്പെടുത്തി. കാരവാന് പുറത്തെ CCTVയിൽ നിന്നും തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും. പ്രതിയെ ഒളിവിൽ പോവാൻ ആരെങ്കിലും സഹായിച്ചോ എന്നും അന്വേഷിക്കും. ഇതേസമയം അതിക്രമണത്തിന് പിന്നാലെ രഞ്ജിത്ത് നടിയെ ഫോണിൽ വിളിക്കാൻ ശ്രമം നടത്തിയിരുന്നു. നടി ഫോൺ എടുത്തിട്ടില്ല. ഭീഷണിയുണ്ടായതായി മൊഴിയില്ല. ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് അന്വേഷണ ചുമതലയുള്ള കൊച്ചി DCP അശ്വതി GG വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ടോപ് 10 മലയാളം.